ആൾക്കാർ ഇപ്പോൾ ഉണ്ടായിരുന്നു. എന്തോ സിംഹവാലം കുറങ്ങാണോ? ഓ നൈസ്, അതിന്റെ മേളിലിരിക്കുന്നു. എന്തേ സിംഹവാലം കുറങ്ങ്. പിന്നെ ഇപ്പൊ പോകുന്നവരെല്ലാം നല്ല കാഴ്ച. കഴിഞ്ഞ ആഴ്ച ഏത് ദിവസമാണെന്ന് ഓർക്കുന്നില്ല, രാവിലെ ട്രിപ്പ് പോയവരെല്ലാം ടൈഗറിനെ കണ്ടു. നല്ല എല്ലാവരുടെ കയറിയ താഴെ പോവോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിലെ ആരണ്യ നിവാസ് റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാടിനടുക്ക് താമസിക്കാൻ പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഒരു ദിവസം ഫുൾ അവിടെ ഉണ്ട്. ഇന്ന് നമ്മൾ 1 മണിക്ക് അവിടെ കയറിയാൽ നാളെ വെളുപ്പിനെ 11 മണി വരെ ഉണ്ട്. നമ്മളിവിടെ റോഹനുണ്ട്, കുട്ടുമുണ്ട്, നമ്മുടെ റയാൻ നിപ്പുണ്ട്, നമ്മുടെ സോനിയുണ്ട്, പപ്പായുണ്ട്, അമ്മയുണ്ട്, ചേച്ചി, അളിയൻ എല്ലാവരും ഉണ്ട്. നമ്മുടെ വണ്ടി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി പോകുന്ന വഴി കാണിച്ചു തരാം. നമ്മൾ ഇറങ്ങുകയാണ്. പപ്പായും ചേച്ചി അളിയനൊക്കെ അപ്പുറത്തെ വണ്ടിയിലുണ്ട്. നമുക്ക് നേരെ പോകാം. അപ്പം നമ്മൾ നേരെ കട്ടപ്പനയിൽ നിന്ന് കുമളിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വള്ളക്കട വഴി നമ്മൾ കഴിഞ്ഞ ദിവസം വ്ളോഗിൽ കണ്ട ആ സെയിം റൂട്ട് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ വീടുകളല്ലേ? അതെ, ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വീടിന്റെ ഫ്രണ്ടിൽ കൂടി ഇതേ വീട്. സോയിയാണ് കരയാൻ തുടങ്ങി. നമ്മൾ കടന്നു പോവുകയാണ്. സോയിയാണ് ഇന്ന് വ്ളോഗ് എടുക്കേണ്ടതാണ്. ചാടാൻ തയ്യാറായി നിൽക്കുന്നു. നമ്മുടെ സെയിം വള്ളക്കട വഴിയുള്ള കുമളി റൂട്ട് അല്ലേ? ഈ വഴി നല്ല രസമല്ലേ? നല്ല അടിപൊളിയാണ് കാണാൻ. ഫുള്ള് ഏലോ. ഇവിടെ വെയിൽ വന്നിട്ട് ഏലൊന്നും കഴിഞ്ഞില്ല. അപ്പം ഇവിടെ കഴിഞ്ഞിട്ടില്ലല്ലോ. അത് ഫുള്ള് മരം, നല്ല ഭംഗിയാണ്. നമ്മുടെ കൂടെ ഉള്ളൊരു പുറകിലത്തെ വണ്ടി വരുന്നുണ്ട്. പുറയിലുണ്ടല്ലേ? ആ, പപ്പ ആദ്യമായിട്ടല്ലേ വ്ളോഗ് വരുന്നത്. പപ്പ ഇരിക്കുന്നു. ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഒന്ന് കുഞ്ഞു കരഞ്ഞു, 2 എൻ്റെ കണ്ണാടി പൊട്ടി, 3 കൂട്ടുവിന് അവിടെ നിന്ന് മാറിയിരിക്കണം. പല ആവശ്യങ്ങളായിട്ട് നമ്മൾ വണ്ടി ഇടയ്ക്ക് നിർത്തി. ഒരാൾ മുന്നോട്ട് ചാടിപ്പോയി, ഒരാൾ ബാക്കിൽ നിന്ന് മുന്നിൽ വന്നു. ഇവിടെ ഏറ്റവും ബാക്കിൽ നിന്ന് മുന്നിൽ വേറൊരാൾ വന്നു. നടക്കുന്ന ആൾക്ക് ഫീറ്റ് പിരിപ്പ് മോശമായിട്ട് ഫ്രണ്ടിൽ വന്നു. നിങ്ങളെല്ലാവരും അങ്ങനെ കളിക്കണ്ട, എനിക്കൊന്ന് ഫ്രണ്ടിലിരിക്കണം. ഒരാൾ കാഴ്ച കാണാൻ മുമ്പിൽ വന്നിരിക്കുന്നു. പോയി അതായത് പറഞ്ഞ് അതൊക്കെ ഇരുന്ന ആൾക്കാർക്ക് വഴക്കുണ്ടാക്കിയത് കൊണ്ടാണ് ഞാനും ഫ്രണ്ടിൽ വന്നത്. ഞാൻ പറഞ്ഞത് കുട്ടുവാണെ നൈസായിട്ട് പുറകെ നിങ്ങൾ പോന്നു. അത് തന്നെ, എനിക്ക് നടുക്കിരുന്നാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിവിടെ തേക്കടി എത്തി. നമ്മളിപ്പോൾ ശരിക്കും വേറെ വണ്ടിക്കായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അവരുടെ ബസ്സിന് പോകാൻ പറ്റുള്ളൂ. നമുക്കിപ്പം ആരണ്യ നിവാസിൽ നമുക്ക് ബുക്കിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടി അകത്ത് കയറ്റാം. ആ റിസോർട്ടിൽ ബുക്കിംഗ് ഉള്ളവർക്ക് മാത്രമേ ചെക്ക് പോസ്റ്റിനകത്തൂടെ അകത്തേക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് നേരെ അങ്ങ് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് അവരുടെ ബസ്സിന് കയറി പോകണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. നമുക്ക് നമ്മുടെ വണ്ടിയിൽ അകത്തേക്ക് പോകാം. അതെ അതെ. ഇതിലാണോ പോകണ്ടേ? ഇതിലാണോ? ഇത് മറ്റേ നോർമൽ ആൾക്കാർ പോകുന്നു. നമുക്ക് നേരെ പോകാം. ചെക്ക് പോസ്റ്റ് എവിടെയാ? ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് പോലെ അത് നമുക്ക് നേരെ പോകണം. ആ, നോർമലി ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അതെ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? നല്ല രസമുണ്ട്. ഇതിന്റെ അപ്പുറത്താണ്. ഇതൊക്കെ പ്രൈവറ്റ് റിസോർട്ടുകളാട്ടോ ഇതൊക്കെ. ഇതൊക്കെ അല്ലേ? റോബിനെ കാണുന്നില്ല, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. റോബി വരുന്നുണ്ട്. ഇതൊക്കെ പ്രൈവറ്റ് റിസോർട്ടുകളാണ്. കണ്ടില്ലേ? നല്ല രസമല്ലേ കാണാൻ? സ്പൈസ് വില്ലേജ്. ഇതെല്ലാം പ്രൈവറ്റ് പ്രസ്ഥാനങ്ങളാണ്. ഇവിടുന്ന് ശരിക്കും തേക്കടി കാട് ടൈഗർ റിസർവ് സ്റ്റാർട്ട് ചെയ്യുക. ഈ റൈറ്റ് സൈഡ് കാണുന്ന എല്ലാവേ കടുവയൊക്കെ ഉണ്ടല്ലേ? കടുവ. പിന്നെ ടൈഗർ റിസർവ് കടുവയില്ലായിരിക്കും. 40 കടുവ ഇപ്പോൾ ഉണ്ട് മൊത്തം. റെസ്റ്റോറന്റ് അല്ലേ? ചൈനീസ് ഒരു പുരാതന ജംഗിൾ പാർക്ക് റിസോർട്ട്. അതെ അതെ. കൊച്ചു കൊച്ചു റിസോർട്ടുകളുണ്ടല്ലോ. കൊച്ചു റിസോർട്ടുകൾ ഇഷ്ടമാണ്. കൊച്ചു റിസോർട്ടുകളല്ല, അകത്തേക്ക് കിടക്കില്ലേ ഇതിനകത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതാ നമ്മളും ഫോറസ്റ്റിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണല്ലോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മറ്റേ നമുക്ക് അതിനകത്ത് തന്നെ കിട്ടുന്നു. ഇനി അത് കൂടാതെ ബോട്ടായി കയറി ലേക്ക് പാലസിൽ പോകണമെങ്കിൽ അവിടെ പോയി സ്റ്റേ ചെയ്യാം. അപ്പോൾ ഇച്ചിരി പ്രോപ്പർ കാടിനകത്താവും. ലേക്ക് പാലസ് അല്ലേ മറ്റേ ബോട്ടിങ്ങിന് നമുക്ക് കാണുന്നത്? ബോട്ടായി കയറി നമ്മൾ അപ്പുറത്ത് ചെന്ന് പഴയ കൊട്ടാരം അത്.
ഈ വണ്ടി ഉണ്ടോ? ഇതല്ലേ ടൂർ പോകുന്നത്? ഇതാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട്. നമ്മൾ നോർമൽ ടിക്കറ്റ് എടുത്ത് വരുവാണെങ്കിൽ നമ്മൾ ഇതേ ലാഭമുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റിലേക്ക് ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് നമ്മുടെ പേര് പറഞ്ഞാൽ മതി. ഇവിടെ ഓൾറെഡി അവർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ഗേറ്റ്. ഇതാ ഗേറ്റ്. അതെ ആരണി നിവാസം. ഓക്കെ. മുമ്പിലാണോ ഗേറ്റിൻ്റെ അപ്പുറത്ത്? ഓക്കെ. കുറേ ടൈഗേഴ്സ് ഇരിപ്പുണ്ട് ഇവിടെ. കുറേ എണ്ണം ഇരിപ്പുണ്ട്. ഒരു ലോഡ്. വെൽക്കം. ഓഫീസ് ഓഫ് പെരിയാർ ഫൗണ്ടേഷൻ. മിച്ച എവിടെ പോവാ മിച്ച? ടിക്കറ്റ് എടുക്കാൻ പോവാണേ. നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എൻട്രൻസ് ഫീസ് കൊടുക്കണം വേറെ കൊടുത്തിട്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർക്കും വണ്ടിക്കും ചെറിയൊരു ടിക്കറ്റ് എടുക്കണം. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ പോവുകയാണത്. ഇവിടെ തന്നെ ഒരു ടൈഗർ നേരിക്കുന്നു. വെൽക്കം പെരിയാർ ടൈഗർ റിസർവ്. പിന്നെ നമുക്ക് നേരെ കാട്ടിലേക്ക് അകത്തേക്ക് പോകാം. ഓക്കെ. നല്ല അടിപൊളി കാടാണ്. കടുവയും പുലിയും ആനയും ഒന്നും വേണ്ട, എല്ലാ മൃഗങ്ങളും ഉള്ള നല്ല സൂപ്പർ പെരിയാർ ടൈഗർ റിസർവ്. ഈ ഭാഗത്തൂടെയൊക്കെ ആനയൊക്കെ വരാറുണ്ട്. ഇപ്പം ആ ഗൈഡ് പറഞ്ഞതെന്നറിയാം, ജീപ്പ് സവാരിക്ക് പോയവരുടെ ആനയെ കടുവ ഓടിക്കുന്നതിൻ്റെ വീഡിയോ കിട്ടിയെന്ന് അവർക്ക്. ആനയെ അറ്റാക്ക് ചെയ്യും കടുവ. ഇവിടെ ജീപ്പ് സഫാരി പോകുന്നല്ലേ വഴിയല്ലേ ഇത്? അതിപ്പോ ഇവിടെ അങ്ങനെ അത് ഓൾറെഡി അറിയാം. ആനയെ കടുവ ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഓട്ടോ പോകുന്നു. അപ്പം അതിവിടെ താമസിക്കുന്ന ആൾക്കാരും കോട്ടേഴ്സിലേക്കുള്ള ജോലിക്കാരും ഒക്കെ പോകുന്ന. അപ്പൊ ശരിക്കും അടിപൊളി ഒരു ഫോറസ്റ്റിലേക്ക് നമ്മളിപ്പോൾ കയറുന്നത്. നല്ല ചൂടാണ് കേട്ടോ. ഞാൻ പുറത്തിറങ്ങിയിട്ട് എൻ്റെ കൈയൊക്കെ പൊള്ളിപ്പോയി. അത്ര ചൂട്. നല്ല ചൂടാ. നല്ല ചൂടാണ്. വെയിലില്ലായിരുന്നു. നമുക്ക് സൺപ്രൂഫ് ഒക്കെ ഇട്ടോ. ക്രോസ് ചെയ്യും. നമ്മളതുകൊണ്ട് പയ്യെ കണ്ടു കേട്ട് പോകാൻ വേണ്ടിയാ പോകുന്നത്. വഴി ചിലപ്പം കാണുമല്ലേ? ഇതല്ലേ അപ്പൊ തേക്കാണോ അപ്പൊ നിൽക്കുന്നത്? തേക്കല്ലേ? തേക്കും കാണാല്ലേ മൊത്തം. എല്ലാ ജീവികളും വരുന്ന സ്ഥലമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോ, അപ്പൊ ഇതിൽ നടക്കാനൊക്കെ പെർമിഷൻ ഉണ്ടോ? നമുക്ക് ഇതിൽ നടക്കാം. അതുപോലെ ജീവി വന്നാലോ? അല്ല, നമ്മൾ ശ്രദ്ധിക്കണം. 5:30 വരെ നമുക്ക് പെർമിഷൻ ഉണ്ടോ? വരെ 5:30 കഴിഞ്ഞ ഈ വഴി ആൾക്കാർ ഇറങ്ങാൻ പറ്റില്ല, വണ്ടിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അല്ല, അപ്പൊ അതിനോടിടയ്ക്ക് വല്ല കടുവ വല്ലതും പെട്ടെന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യും? അത് നമ്മുടെ റിസ്കിൽ ഇറങ്ങിക്കോണം. ആണോ? നമ്മുടെ കൂടെ ഗാർഡ് വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഇതിനകത്തോടെ ചുമ്മാ ഇറങ്ങുകയാണ്. അങ്ങനെയൊന്നും വരാറില്ല. നമ്മൾ നോക്കാം. നമുക്ക് ഈ റോഡിൽ കൂടെ നടക്കാൻ പറ്റും. ആൾക്കാർ വരും അകത്തേക്ക്, കാട്ടിനകത്തേക്ക് പോകും. അത് പുള്ളി എന്താ ടൂറിസ്റ്റ് പാക്കേജ് വല്ല വേണേ പുള്ളി വിളിച്ചാൽ മതി. പുള്ളി പ്രൈവറ്റ് ട്രക്കിങ്ങിനൊക്കെ വേണേ പോകാൻ താല്പര്യം. അങ്ങനെ ഇവിടെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളുണ്ടെന്ന് പയ്യെ നോക്കി പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഒത്തിരി ആനപ്പിണ്ടം പോലത്തെ സാധനങ്ങൾ കിടപ്പുണ്ട്. നോക്കി നോക്കി പോയാൽ എന്തിനേലും കാണാം. ഈ ബസ്സാണ് ഇവരുടെ ബസ്. ഇതിലാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത്. നമ്മളിവിടെ ബുക്കിംഗ് ഇല്ലെങ്കിൽ നമ്മൾ ആ ബസ്സിൽ കയറി വന്നിട്ടേ നമുക്ക് ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. നല്ല വരണ്ട് കിടക്കാണ് മൃഗങ്ങളൊന്നും അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നല്ല പച്ചപ്പായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ മാനിനെ കണ്ടായിരുന്നല്ലോ. അപ്പോൾ മ്ലാവ് വരണ്ട് കിടക്കാണ്. ചൂട് കൂടുതൽ മരനിക്കുന്നത്. ശരിക്കും ഒന്ന് നോക്കാം, എന്തെങ്കിലും കാണാൻ പറ്റുമോ. മ്ലാവോ? ഈ മാനും മ്ലാവും തമ്മിൽ എന്താ വ്യത്യാസം? സാമ്പാർ ഡിയറാണ് മ്ലാവ് എന്ന് എനിക്ക് തോന്നുന്നു. മാന് മറ്റേ പുള്ളിമാനല്ലേ? കുട്ടനെ വിളിക്കുന്നത് സൈഡ് നിൽപ്പുണ്ട്. കുരങ്ങൻ സൺറൂഫ് മാറ്റണോ? ഇതേ കുരങ്ങൻ നിൽക്കുന്നു. വെയിലടിക്കോ? ഇതേ കുരങ്ങന്മാരാണോ? ആ മേളില് മേളികളെ പിടിച്ചു. അതേ കുരങ്ങ് നിൽക്കും. എനിക്ക് കാണുന്നില്ല. എനിക്ക് വഴിയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? അടിപൊളി ഫോറസ്റ്റ് ആണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് കണ്ടോ വിചാരിച്ചത് ഒരു ആനയാണ്. ആനയുടെ പ്രതിമയത്. ഇതുപോലെ ടൈഗറും ഉണ്ട്. ടൈഗറിന്റെ ഉണ്ടല്ലേ? അതിനെയും കാണാൻ നല്ല രസമാണ്. കേട്ടോ, എന്ത് രസമല്ലേ കാണുക. അതിന് കറക്റ്റ് ആനിമൽസ് ഇതിലെ തന്നെ ക്രോസ് ചെയ്യും. അങ്ങനത്തെ ആനത്താര പോലത്തെ വഴികളുണ്ട്. അമ്മമാർക്ക് ക്രോസ് ചെയ്യുന്ന സ്ഥിരം വഴികൾ. അപ്പൊ അതില് പിന്നെ അപ്പുറത്തൂടെ മാറിപ്പോത്ത് കറക്റ്റ് അവിടെ തന്നെ വരും അല്ലേ? ആന സ്ഥിരം പോകുന്ന വഴിയൊക്കെ ഉണ്ട്. ആന വഴിത്താരയോ? ആനത്താര.
ഇവിടേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ അപ്പോൾ അവിടെയൊക്കെ എല്ലാം മാനം നിപ്പുണ്ടായിരിക്കും. ഈ കളറൊക്കെ അല്ലേ, നമുക്ക് അറിയാൻ പറ്റത്തില്ലേ. നോക്കി നോക്കി പോവാം. നമുക്ക് എന്തായാലും ഒന്നുകൂടെ അറിയില്ല കേട്ടോ വണ്ടിയായിട്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ മുന്നോട്ടിങ്ങ് പോന്നു. അപ്പം നമ്മുടെ ആരണ്യ നിവാസ് പോലെ തന്നെ അവിടെയുള്ള മറ്റൊരു റിസോർട്ടാണ് പെരിയാർ ഹൗസ്. അത് ആരണ്യ നിവാസിന് പോകുന്നതിന് തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നത് ഈ വഴിയിലാണ്. അതുപോലെ ഇതുണ്ട്, ഇതിനകത്തേക്ക് ഫുഡ് ഡെലിവറി ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് റിസോർട്ടിൽ നിൽക്കുന്നവർക്ക് പുറത്തു നിന്നും ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഫുഡ് ഡെലിവറിക്ക് വരുന്ന വണ്ടികളെ ഇവർ അകത്തേക്ക് കടത്തി വിടുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ മുമ്പിൽ ഒരാളിത് ഫുഡ് ഡെലിവറി ആണെന്ന് തോന്നുന്നു, ബൈക്കുമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് നമുക്കിതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഇവിടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ, ഈ ടർട്ടിൽ ഷോപ്പ്. ഇവിടെ നമുക്ക് വന്നിരുന്ന് കോഫിയൊക്കെ കുടിച്ച് അത്യാവശ്യം ആനിമൽസിനെയൊക്കെ കണ്ടിരിക്കാം. പക്ഷേ 5 മണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം ഇവിടെ എല്ലാ ആനിമൽസും ഇറങ്ങും. അതിന് മുമ്പ് നമുക്ക് ഇവിടെ വന്നിരുന്ന് വേണമെങ്കിൽ ഒരു കോഫിയോ ഐസ്ക്രീമോ ഒക്കെ കഴിച്ചിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കോഫി ഷോപ്പാണ്. നല്ല ലുക്കാണ് കേട്ടോ കാണാനായിട്ട്. ഒരു ആമയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെ വന്നിരിക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിന് ചുറ്റും കിടക്കുണ്ടാക്കിയിട്ടുണ്ട്. ആനിമൽസ് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ഒത്തിരി സെറ്റപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ഈ കാണുന്ന കല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ചെറിയ കസേരകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് അവിടെ കാണാൻ ഒരു വാച്ച് ടവറുണ്ട്. ആ ഏറുമാടത്ത് നമുക്ക് കയറുന്നിട്ട് അവിടെ നിന്നിട്ട് നമുക്ക് ആനിമൽസിനെയൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകാം. ആ കാണുന്ന വഴി റൈറ്റ് സൈഡിലേക്ക് കയറുകയാണെങ്കിൽ നമ്മുടെ ആരണ്യ നിവാസ് റിസോർട്ടിലേക്കുള്ള വഴിയാണ് കാണുന്നത്. തൊട്ട് മുമ്പിൽ നിങ്ങൾക്ക് കാണാം 1 വേ എന്ന് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ആരണ്യ നിവാസിൻ്റെ ഒരു ബോർഡാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് മുന്നോട്ട് കയറുമ്പോഴേക്കും നമ്മുടെ റിസോർട്ടിലേക്ക് നമ്മളെത്തും. ആ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടോ, അതാണ് ലേക്ക് പാലസിലേക്കുള്ള ട്രാൻസിറ്റ് സ്റ്റേഷൻ. ബുക്കിംഗ് ഉണ്ടായിരുന്നു. ആ ഇവിടെയായിരുന്നു. ആ എമിൽ ജോസ്. ആ വണ്ടി നമ്മുടെ തന്നെയാണ്. ആ 2 റൂം. ഞങ്ങൾ 3 റൂം. ആ ഓക്കെ. ഇവിടെ തന്നെയാണോ അല്ലേ? ആ ആ ഓക്കെ ഓക്കെ. ആ ആ ഇപ്പം ഇവിടെ തണലാകുമെന്ന് പറഞ്ഞു. പാർക്ക് അറ്റ് യുവർ ഓൺ റിസ്ക്. എന്തെങ്കിലും വന്ന് കുരങ്ങൊക്കെ എടുത്തോണ്ട് പോയാൽ ഇവർ റെസ്പോൺസിബിൾ അല്ലെന്നാന്ന് തോന്നുന്നു. പാർക്ക് അറ്റ് യുവർ ഓൺ റിസ്ക്. കാരണം വണ്ടിയില്ലേ, വണ്ടിയൊക്കെ ചിലപ്പോൾ മാന്തും മേളിലൊക്കെ. നാളില്ലായിരുന്നു, കാരണം ഇതിൻ്റെ വേണ്ടിയിട്ട് മാന്തും. നമ്മൾ നാളെ മരം ഇല്ലാത്ത കുഴപ്പമില്ല ഉള്ളൂ. ആ എല്ലാമാരും കയറുകയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി, പാർക്കിങ്ങിലെത്തി. നമുക്കിനി അകത്തേക്ക് കയറി നോക്കാം ബാക്കി കാര്യങ്ങൾ അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. ഫുഡ് കഴിക്കുന്നത് ഇതിനകത്താണ്? ഇതിനകത്ത് തന്നെ, എല്ലാം ഇവിടെ തന്നെ. ഇപ്പം ഇറങ്ങണ്ടേ, കുഞ്ഞിനെ ഞാൻ കുട എടുക്കാം. ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കീക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 15 മിനിറ്റ് ഇവിടെ അല്ലേ. അപ്പോൾ നമ്മൾ നേരെ ഒന്ന് കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ നേരെ കഴിക്കാൻ വേണ്ടി കൊണ്ട് കയറി പോകുന്നു.
കഴിച്ചിട്ട് നമുക്ക് ഈ വാങ്ങിക്കാം അല്ലേ വിടും. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കേട്ടോ നമ്മളെ. ഇത് നല്ല തിരക്കുണ്ടല്ലോ. എനിക്ക് തോന്നുന്നേ പുറത്തുനിന്ന് അല്ലാതെ ആൾക്കാർ സ്റ്റേ ചെയ്യാത്ത ആൾക്കാർ ലഞ്ചിന് വേണ്ടി കയറി വന്നിട്ടുണ്ട് അല്ലേ. നോയിക്കോട്ടാണ് അവിടെ ഇരിക്കുന്നു. മോഹനയുടെ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടു ഇവിടെ ഇരിക്കുന്നു. പപ്പായ അമ്മ നേരെ അങ്ങേറ്റത്. അടുപ്പിച്ച് നമുക്ക് ടേബിൾ കിട്ടിയില്ല. ഇല്ല, ഇവരവിടെ. അതെ, അവരവിടെ ഇരിക്കും. ഇനി ഫുഡൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പം നമ്മുടെ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. ചപ്പാത്തിയും ചിക്കൻ ബിരിയാണിയൊക്കെ. ചിക്കൻ 65 വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഫ്രൈ ഐറ്റംസ് കുറേ താമസം. എനിക്കും ചപ്പാത്തിയും ചിക്കൻ കറി, ഇവർക്ക് രണ്ടവർക്ക് ബിരിയാണി. കുറേ അടുത്തിട്ട് വിളി ചേച്ചിയും പിള്ളേരും ഇരിക്കുന്നു. പപ്പായൊക്കെ അങ്ങേറ്റത്തായിരിക്കും അല്ലേ. ഇത് കഴിച്ചിട്ട് വേണം നമുക്കൊന്ന് കറങ്ങാൻ പോകാൻ. സോയിയെ കാര്യമായിട്ട് നമ്മുടെ റോഹൻ നോക്കിക്കൊണ്ടിരിക്കും. റോഹനുള്ളതുകൊണ്ട് സോയിയുടെ കാര്യം നോക്കാൻ ആളായി അല്ലേ. അപ്പം നമ്മുടെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതേ ടേബിളിൽ തന്നെ ഉണ്ട് ഇവിടെയുള്ള എല്ലാ ആനിമൽസിൻ്റെയും ഡീറ്റെയിൽസ് അല്ലേ. ഇവിടെ ഉള്ള ആനിമൽസ് ആയതല്ലേ. ആ, ഞങ്ങളെല്ലാവരും ഈ റൂം ഇവിടെ വന്നിട്ടുള്ള മോളെ. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ളത് ഇതുവരെയുള്ള എക്സ്പീരിയൻസ്? നല്ല. നമുക്കിനി കാട്ടിലുള്ള വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു അല്ലേ. ശരിക്കും മൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ. ടൈഗർ റിസർവ് അല്ലേ. നമ്മൾ ശരിക്കും നടക്കുന്ന ഫുഡ് കഴിക്കുന്നത്. ചൂടില്ല കേട്ടോ ഇവിടെ. ചൂട് കുറവാണ്. നമുക്കപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം ഇറങ്ങി ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങി കാണാനായിട്ട്. 5 മണി വരെ സമയമുള്ളൂ. അതെ, ഞങ്ങൾ ചപ്പാത്തി ചിക്കൻ ബിരിയാണി ഇപ്പോൾ വരും. 5-5:30 കഴിഞ്ഞാൽ പിന്നെ ഇതിന് പുറത്ത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഏരിയ നിൽക്കാം. നമുക്ക് അതിൻ്റെ പുറത്ത് കാട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ നമ്മളിപ്പോൾ വണ്ടി കയറ്റി അവിടെ ഒരു ഗേറ്റ് ഉണ്ടല്ലോ, ആളം വരെ നോക്കും. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ കിട്ടിയപ്പോൾ കുറച്ച് സമയമെടുത്തു. അതുകൊണ്ട് 1 മണിക്കൂർ എടുത്ത് ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അന്നേരം വീഡിയോ നമ്മൾ എടുത്തില്ല. എന്തായാലും റൂമിലേക്ക് കയറി നമ്മൾ നല്ല ഹാപ്പി ആയി. ഞാൻ നിങ്ങളെ റൂം ഒന്ന് കാണിച്ചു. ഷൂട്ട് റൂമാണ്. ജസ്റ്റ് ബിലോ 5,000 ഉള്ളൂ. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ അല്ലേ, നല്ല റേറ്റ് കുറവുണ്ട്. അടിപൊളി ഫെസിലിറ്റിയാണ്. ഇത് ജസ്റ്റ് നമ്മൾ കയറി വരുമ്പോഴേക്ക് നമ്മുടെ കുട്ടികളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു. ലോഞ്ച് റൂം പോലെ. സോ ഇവിടെ ഒരു ലോഞ്ച് റൂമുണ്ട്. അതും ഫുള്ളി എയർ കണ്ടീഷനാണ്. ഈ കട്ടണെല്ലാം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ വ്യൂ ആണ്. നേരെ ഫ്രണ്ടിൽ ഫോറസ്റ്റ്, ബോട്ടിങ് ഇങ്ങനെ കിടക്കാം കേട്ടോ. ഇത് ഇവിടെ തന്നെ ഉണ്ടൊരു, ഇവിടെ തന്നെ കുറേ കൗച്ചും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. നമ്മളെ ടേബിൾ തന്നെ എത്ര ഉണ്ടോ നോക്കി നമുക്കൊരു 2-3 ഫാമിലിക്ക് കറങ്ങാം അല്ലേ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഒരുമിച്ചിരുന്ന് വർത്താനം പറയാൻ പറ്റിയ അത്രയും സ്പേഷ്യസ് ആണ് ഇവിടം. ഇവിടുന്ന് നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതേ കുട്ടുപോകും. ഇതാണ് നമ്മുടെ ഒരു റൂമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇതുപോലത്തെ വേറെ 2 റൂമുകളുണ്ട് നമുക്ക്. ശരിക്കും ഇതുപോലത്തെ 2 റൂമിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലേ. എന്തോരം സ്പേഷ്യസ് ആണ് ഇവിടം. ഇവിടെയും നമുക്ക് നല്ല വ്യൂ ആണ് കിട്ടുന്നത്. നേരെ അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ നമ്മുടെ സ്വിമ്മിംഗ് പൂളുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ചാടണം. ഇവിടെ ഉണ്ട് ഒരു ദിവാൻ കോട്ട് പോലെ. ഒരു പഴയ പാലസിന്റെ സെറ്റപ്പ് ആണല്ലോ അല്ലേ. കൊള്ളാം കേട്ടോ. പഴയ ഇവിടെ വേണമെങ്കിൽ ഒരാൾക്ക് കിടക്കാം. ബെഡുണ്ട്. അതെ, അവിടെ ഉണ്ട് കൗച്ചുണ്ട്, അവിടെ കിടക്കാം. പിന്നെ ഇവിടെ 2 സോഫയുണ്ട്. ഇവിടെ വേണം ഇവിടെ കിടക്കാം. അവിടെ ചേഞ്ചിങ് റൂം, മറ്റേ ഡ്രസ്സിംഗ് ടേബിളാ. പക്ഷെ ഇത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ ഒരാൾക്ക് ഇവിടെ ഈ കോണയിൽ. ബെഡ് വേണമെങ്കിലുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം. ഇതേ കുട്ടുവാണ്. കുട്ടുവാണല്ലോ എല്ലായിടത്തും. അപ്പോൾ ശരിക്കും അല്ലേ നല്ലൊരു ഭയങ്കര മിററും എല്ലാം കൊണ്ടും ഒരു റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് തുടങ്ങി ഇങ്ങനെ മൊത്തം കവർ ചെയ്ത് വേണ്ടേ ഇത്രയും വലുപ്പത്തിലാണ് നമ്മുടെ റൂം. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ അവനെ. അതെ, സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്ക് ഈ കട്ടനൊക്കെ മൊത്തം മാറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങോട്ടാ നമുക്ക് കട്ടൻ മൊത്തം മാറ്റിയാലോ, ഈ വൈറ്റ് കട്ടനും കൂടെ മാറ്റിയിട്ടാലോ. അപ്പോൾ എന്തായാലും റൂമിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് പറയാൻ കാണാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് റൂമിൽ പോയി എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പപ്പായ അമ്മയും വന്നില്ല, അവരോട് റെസ്റ്റ് എടുക്കുക. അവർ മറ്റേ ഇലക്ഷൻ്റെ മൊത്തം ക്ഷീണത്തിലിരിക്കുവാണ്. അപ്പം വെറുതെ പുറത്തേക്കൊന്ന് ഇറങ്ങിയാണ്. കുട്ടി ടൈഗർ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാം. കൊച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും അവർ പറഞ്ഞ് 5-5:30 തിരിച്ചു കയറണം. കാരണം ആനിമൽസ് ഒക്കെ വരുന്ന സ്ഥലമാണ് കേരളം എന്നാണ് പറഞ്ഞത്. ഇനി കാരിയറിലായോണ്ട് ഇനി എന്നെ അറ്റാക്ക് ചെയ്യുമോ? അധികം കൊണ്ട് വരുന്നെന്ന് വിചാരിക്കും. ഇല്ല, വാ, കൈ കുടയുണ്ട് പാപം. ഞാൻ കുരങ്ങ് നമ്മൾ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ കുട എടുത്തിട്ടുണ്ട്. കുട തുറക്കട്ടെ. ഓക്കെ, വാ. ശരിക്കും പറഞ്ഞാൽ 5:30 തിരിച്ച് കയറണമെന്ന് പറഞ്ഞു. കുട്ടി ടൈഗറിനെ അടിക്കാൻ വേണ്ടി വടി എടുത്തേക്കുക. കാരണം ഇവിടെ ആനിമൽസ് ഉണ്ട്, ആനയൊക്കെ താഴെ വരുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം 5:30-6 മണിക്കകം എന്തായാലും അകത്ത് കയറണമെന്ന് പറഞ്ഞു. നമുക്ക് ജസ്റ്റ് ഇവിടെ നടന്നു നോക്കാം എന്തെങ്കിലും ആനിമൽ സൈറ്റിംഗ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. നല്ല രസമുണ്ടല്ലേ കാടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ. കൂടുതൽ ഉണ്ടല്ലോ കുട്ടി, എന്തോ ജീവി ഉണ്ടല്ലോ. നമുക്കിവിടെ നോക്കാം, അവിടെ എന്തോ കാര്യമായിട്ടുണ്ട്, എന്താ ഉള്ളതെന്ന് നോക്കാം.
രണ്ടുപേര് ക്യാമറ ആയിട്ട് നിൽക്കുമ്പോൾ ചെറിയ കുരങ്ങൊന്നും ആണെങ്കിൽ ആൾക്കാർ അങ്ങനെ നിൽക്കാൻ സാധ്യതയില്ല റോളെ. നോക്കാം. ആൾക്കാർ ഇപ്പോൾ ഉണ്ടായിരുന്നു. എന്തോ സിംഹവാലം കുരങ്ങാണോ? ഓ നൈസ്. അതിന്റെ മേളിലിരിക്കുന്നു. ദേ സിംഹവാലം കുരങ്ങ് ഇവിടെ ഉണ്ടോ? എവിടെ? ഞാൻ കണ്ടില്ല. റോബിനെ ഇത് റോബിനെ നേരെ മേളിൽ നോക്കി. ഇവിടെ അവിടെ ഉണ്ടല്ലേ? കൊറേ എണ്ണം ഉണ്ട് മിച്ചാ. ഇവിടെ ഉണ്ടോ? ഇവിടെ 2 എണ്ണം, അവിടെ 1 എണ്ണം, അവിടെ ഉണ്ട്. അവിടെ 2-3 എണ്ണം ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതേ കുറച്ച് സിംഹവാലം കുരങ്ങൾ ഇരിപ്പുണ്ട്. നമ്മുടെ തൊട്ട് മുകളിലുണ്ട് കേട്ടോ. ഇവിടെ ആ ചില്ല ഒടിഞ്ഞു പോയാൽ നേരെ താഴെ വീഴും. ദൈവമേ, ഇത്രയാണോ നമ്മള് ഇതേ നടക്കുന്നു? കുറച്ച് സിംഹവാലം കുരങ്ങൾ. ഇതൊന്നും അങ്ങനെ ഇതൊക്കെ റെയർ ആയിട്ടുള്ള സാധനങ്ങളല്ലോ അവരെ. നൈസ്. അപ്പൊ നമ്മുടെ സിംഹവാലൻ കുരങ്ങുകൾ ഇതേ ഇരിക്കുന്നു. ഇത് സിംഹവാലൻ അല്ലെങ്കിൽ ആൾക്കാർ അവന്മാര് കാര്യമായിട്ട് എന്തൊക്കെയാ നോക്കിയിരിക്കുകയാണ് അവിടെ. നല്ല അടുത്ത് കിട്ടിയല്ലോ. ഇവർ 2 പേരിപ്പോൾ വന്നപ്പോൾ ഇതേ ഇവിടെ ഒരു മലയണ്ണാനിരിക്കുന്നു. ചക്കപ്പഴം കഴിച്ചോണ്ടിരിക്കുകയാണ്. അടിപൊളി. ചക്കയില്ല അതിനകത്തുള്ളത്. ചക്കപ്പഴം കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുത്തൻ ഇങ്ങനെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് കാര്യമായിട്ട്. മലയണ്ണാൻ കഴിക്കുന്നതിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. മേളിൽ നിന്ന് കഴിച്ചോണ്ടിരിക്കുക. അവൻ മേളിലിരുന്ന് കഴിക്കുന്നു. ഇവിടുന്ന് കഴിക്കുന്നു. കാര്യമായിട്ടിരുന്ന് കഴിക്കുന്നു. വേസ്റ്റ് എടുത്ത് നേരെ താഴേക്ക് ഇടും. ചൂടില്ലല്ലോ ഇവിടെ. കൊള്ളാം കേട്ടോ. അവരോട് കഴിക്കുന്നതിന്റെ കാണുന്നേ. ചൂടില്ല ഇവിടെ. ചൂടില്ല. നല്ല കാടല്ലേ. ഈ സൈഡുകളെല്ലാം കിടങ്ങുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആനിമൽസ് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരാതിരിക്കാനായിട്ട്. ഈ സൈഡിലെല്ലാം ഇട്ടിട്ടുണ്ട്. ആനയാണ് മെയിനായിട്ട്. ബാക്കിയുള്ള ജീവികളൊക്കെ കയറി വരും. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒട്ടും ചൂടില്ല അല്ലേ? നല്ല സുഖമുണ്ടല്ലേ? അടിപൊളി. നല്ല ഭംഗിയുണ്ട്. നമുക്കിനി ആ വാച്ച് ടവറിന്റെ മേളിൽ കയറണം. അവിടെ കയറുന്ന ആനിമൽസിനെ കാണാൻ പറ്റും. വാച്ച് ടവർ മറ്റേ ഒരു ഇതുപോലെ ട്രീ ഹൗസ് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നേ. ഇവിടുത്തെ മെയിൻ വാച്ച് ടവർ സ്റ്റേ ഉണ്ട് കാടിനടുക്ക്. അതല്ലാതെ ഇവിടെ ഏർമാടം ഉണ്ട്. ഇവിടെ മാറണം. വണ്ടി വരുന്നുണ്ടേ. നമുക്ക് അതിനകത്ത് കയറി നടക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ കാണാനായിട്ട്. അവിടെ ഏർമാടം ഉണ്ട്. നമുക്ക് അതിനകത്ത് കയറി നിൽക്കാം. അട്ട കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് കാണുക. നമുക്കവിടെ നേരെ ഒരു വാച്ച് ടവറിൽ പോയിട്ട് റോഹനെ കുട്ടി വരുന്നുണ്ടോ? കാലട്ട കഴിക്കുക കൂട്ടുവരെ. എന്നാ പോയി നോക്കാം. റോഹിനെ വരുമല്ലേ? അതിന് നിർബന്ധമൊന്നുമില്ല. അവരവിടെ കോഫി ഷോപ്പിൽ എന്തോ ഓർഡർ ചെയ്യാൻ പോവാണ്. നമുക്ക് അന്നേരം പോയി കറങ്ങിയിട്ട് വരാം. വടിയുണ്ടോ? തുളയില്ലല്ലേ? അതുകൊണ്ട് അട്ട കടിക്കാലോ കൂട്ടുവരെ. വാ, നമുക്ക് ഈ വാച്ച് ടവറിനകത്ത് നോക്കാം എന്തെങ്കിലും ജീവികളെ കാണാൻ പറ്റുമോ. ഒരു കണക്കിന് റിസ്ക് ആണോ എന്ന് ചോദിച്ചാൽ റിസ്ക് ആണല്ലോ അവര്. ആനയും വന്നാല് ഞാനൊന്നും വരാറില്ലായിരിക്കും ഈ സമയത്തും. സ്ഥിരമായിട്ടുള്ളവർ നമുക്ക് അറിയാലോ. അവർ വൈകുന്നേരം സമയം പറയുന്നത്. പിന്നെ ഇവിടെ എല്ലാം വാച്ച്മാരുണ്ടാവല്ലേ? അവിടെ വാച്ച് ടവർ ഉണ്ട്. നമുക്ക് അതിന്റെ മേളിക്കാൻ നോക്കാം. കുട്ടുവിന് മേളിൽ കയറാൻ പറ്റുമോ? കുട്ടു കയറണ്ട, താഴെ പോകും. കുട്ടുവിനെ എടുത്തു കയറ്റാം. നല്ല ഗ്യാപ്പ്. പക്ഷെ കുഴപ്പമില്ല. റോബിനെ എല്ലാവരുടെ കയറിയ താഴെ പോവോ? നമുക്കെല്ലാവർക്കും വാച്ച് ടവറിന്റെ മേളിൽ കയറി വാച്ച് ചെയ്ത് നോക്കാം എന്താ ഉള്ളത്. ഇവിടെ റെസ്റ്റ് എടുക്കാൻ ടൈം. റോങ്ങോട്ടായി കുടയൊന്ന് പിടിക്കാവോ?
എന്നാപ്പാ ഇത്? എന്നാപ്പാ? നമ്മൾ നേരെ ഇതിൻ്റെ മേളിലേക്ക് കയറുകയാണ്. സൂക്ഷിച്ചിറങ്ങിയ പണി. അല്ല ഫോണെല്ലാം പോയി തന്നെ. പക്ഷേ എൻ്റെ ഫോനെ അടിപൊളി സെറ്റപ്പാണല്ലോ. ഇവിടെ ഒരു കാട്ടുപോയി ഏറ്റവും എന്തൊരു മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഇതാണ് ഈ വാച്ച് ടവറിൻ്റെ ഒരു സെറ്റപ്പ്. കുട്ടിക്ക് തോന്നി വെള്ളമൊക്കെ ഉണ്ടല്ലോ. കടൽ പോയി കൊള്ളാം കേട്ടോ. താഴെ കാണുന്നതാണ് പെരിയാറില്ലേ റോന്. ഇവിടെ എന്തെങ്കിലും ആനിമൽസ് ഒക്കെ ഉണ്ടോ നോക്കാം. ഒരു കുരങ്ങനെ പോലും കാണാനില്ല. എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടോ? ഇല്ല ഇല്ല. ഇവിടെ നമ്മൾ നോക്കിയിട്ട് വേറെ ജീവികളെ ഒന്നും കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടുപോയിരിക്കുണ്ടല്ലോ. താഴേക്ക് ഇറങ്ങാം. അമ്മച്ചാ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ കാട്ടുപോയി ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഒന്നുമില്ല, വെയിലായോണ്ടായിരിക്കും. നോക്കാവേ. ഇവിടെ ആനപ്പുണ്ട്. അപ്പൊ ഇവിടം വരെ ആന വരുന്നതാണല്ലേ റോനെ? കാണുമായിരിക്കുന്നത്. പക്ഷെ എൻ്റെ അമ്മേ, ഇവിടെ നമ്മൾ നോക്കി ഇതേ കിടക്കുന്ന ആനപ്പുണ്ടോ? കൊള്ളാലോ. ഇവിടെ കയറി വരുന്നത് തന്നെയാണല്ലേ? ആ ഇപ്പൊ സൂക്ഷിക്കണം. വൈകിട്ട് ഇറങ്ങലെന്ന് പറയുന്നത് നേരാണല്ലേ? ഇറങ്ങരുതെന്ന് പറഞ്ഞു. അതെ, അപ്പം മിക്കവാറും കാണാൻ സാധ്യതയുണ്ട്. റോങ് കണ്ടോ ആനപ്പിണ്ട കിടക്കുന്നേ? കണ്ടിട്ട് പേടിയായോ? ഇല്ല, നാണമായുള്ളൂ. കണ്ടിട്ട് ചിരി വന്നല്ലേ? ഇതാണ് നമ്മുടെ ഇവിടുത്തെ ടർട്ടിൽ ഷോപ്പ്. ഇവിടെ നമുക്ക് ചായ കുടിക്കാം. ടീ, കോഫി, ഐസ്ക്രീം എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് ആനിമൽസ് ഒന്നും കടക്കാതിരിക്കാനായിട്ട് ഇവിടെ ഒരു കിടങ്ങുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് മുന്നോട്ടാണ് നോക്കാമല്ലോ. അതിനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത പോലെ ടൈഗറൊക്കെ. വെള്ളം വേനൽ മഴയായി കഴിഞ്ഞാൽ വെള്ളം ഇവിടം വരെ വരും. ഇതിന്റെ ഈ മരത്തിന്റെ താഴെ വരെ വരും. വെള്ളം കയറി വരും. കഴിഞ്ഞ ദിവസം ഇപ്പൊ വെള്ളം പറ്റിയിട്ട് ഒരു 2 മാസം ആയതോളൂ. അതുവരെ വെള്ളമായിരുന്നു. ഈ തമിഴ്നാട്ടുകാര് അന്നേരം തമിഴ്നാട്ടിൽ ഭയങ്കര മഴയും വെള്ളപ്പൊക്കമല്ലേ, വെള്ളം കൊണ്ടുപോയി. അപ്പൊ ഇവിടെ അടച്ചപ്പോഴത്തേക്ക് ഇവിടെ വെള്ളം അങ്ങനെ പൊങ്ങി ഭയങ്കരമായിട്ട് ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ താഴോട്ട് ഇറങ്ങിയ വെള്ളമാണ്. അപ്പൊ ഇപ്പം അവർക്ക് വെള്ളം പറ്റിയല്ലോ. വെള്ളം പറ്റി കഴിഞ്ഞപ്പോൾ മൊത്തം വലിച്ചോണ്ട് ഇത്ര പിടിയിൽ വെള്ളം തീർന്നു. വെള്ളം പറ്റി. ഇനിയിപ്പം ഈ മെയ് ഒരു 15 ആകുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് കിലോമീറ്റർ നടന്നു പോയി ബോട്ട് കയറണം. ഇപ്പൊ കുറച്ച് നാളത്തേനും കൂടെ ഇവിടെ കയറാൻ പറ്റില്ല. പിന്നെ അങ്ങ് ബോട്ട് ചുറ്റി അങ്ങ് ആക്കും. 1 കിലോമീറ്റർ പോകണം. നടക്കണം. അല്ലാതെ വണ്ടിയൊന്നും പോകില്ല. അവിടം വരെ പോയുള്ളൂ. ലേക്ക് പാലസ് അടുത്ത് വരെ പോകും എല്ലാ വർഷവും. ലേക്ക് പാലസ് അറിയാമോ? അപ്പുറത്ത് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക്. അതിനകത്ത് വരെ പോകും. അതിന്റെ അടുത്ത് വരെ പോകും. വെള്ളം പറ്റും. പിന്നെ ഇപ്പൊ പോകുന്നവരെല്ലാം നല്ല കാഴ്ച. കഴിഞ്ഞ ആഴ്ച ഏത് ദിവസമാണെന്ന് ഓർക്കുന്നില്ല, രാവിലെ ട്രിപ്പ് പോയവരെല്ലാം ടൈഗറിനെ കണ്ടു. അവനിങ്ങനെ പാറയുടെ മേളിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഈ ബോട്ട് തിരികുന്ന പാറവളവെന്ന് പറയും. അതിൽ മുഖ്യം 6 ദിവസം അവൻ അവിടെ ഉണ്ട്. അതിന്റെ മണ്ട കയറി കിടക്കും. അതാവുമ്പോ പിന്നെ നമ്മൾ പിന്നെ ആരെയും കൊണ്ടുപോകാൻ മേലാത്തോണ്ടാണ്. നമ്മുടെ ഈ ഏരിയയിലൊക്കെ ആനയുണ്ടെന്നാണ് പറയുന്നത്. 5 മണി കഴിയുമ്പം കയറി വരും സാധാരണ. ഈ സൈഡിൽ കരടിയുണ്ട്. ടൈഗറൊക്കെ ക്രോസ് ചെയ്ത് പോകാറുള്ള സ്ഥലമാണിത്. ഞങ്ങളോരോ കോഫിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ടർട്ടിൽ ഷോപ്പ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വലിയൊരു ആമയാണ്. കുറേ ആനപ്പിണ്ടവും കാര്യമൊക്കെ കിടപ്പുണ്ട്. ആനയൊക്കെ വരുന്നതാണ്. 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം എന്നവർ പറഞ്ഞു. പിന്നെ കരടിയുണ്ട് ഈ താഴ്ഭാഗത്ത്. ടൈഗർ ക്രോസ് ചെയ്ത് പോകാറുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടർട്ടിൽ ഷോപ്പ്. ഇവിടുന്ന് ഞങ്ങൾ ഓരോ കോഫിയും ലെമൺ സോഡയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഇത്രയും ചൂട് പിടിച്ച സമയമാണ്. ഡിസംബറിൽ മഴ പെയ്തതാണ്. ഇതുവരെ വേറെ മഴ പെയ്തിട്ടില്ല. എന്നിട്ട് പോലും നല്ല ക്ലൈമറ്റാണ് ഇവിടെ. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം. കാടിൻ്റെ ആ ഒരു ശബ്ദവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. കുട്ടികളെല്ലാം ഹാപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് നമ്മുടെ കോഫി വരട്ടെ. നാരങ്ങ മുട്ടായി മേടിച്ചതിന് സന്തോഷത്തിലാണ്. നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നടക്കാൻ ഓർത്തോണ്ടിരുന്നു. പക്ഷെ പോകുന്നില്ല. എന്താ പറഞ്ഞേ മേഡം? എന്നാ പറഞ്ഞു?
അവിടെയാണ് 5 ആനയുണ്ടെന്ന്. 5 ആനയുണ്ട്. കാട്ടുപോത്തിയാടാൻ സാധ്യതയുണ്ട്. ഒരു കുഞ്ഞും 2 വയസ്സ് 3 വയസ്സ് 2 അമ്മച്ചിമാരും. അപ്പോൾ റിസ്ക് ആണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് ഇതിലേക്ക് ഇരുന്നൊന്ന് കറങ്ങി പയ്യെ ബോട്ടിങ്ങിൻ്റെ രാവിലെ ആയപ്പോൾ അതുങ്ങൾ ഇവിടെ ഇരുന്ന് കുളിക്കുമായിരുന്നു. ഇപ്പം അപ്പുറത്തായി. ടൈഗർ 3 കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് പാസ് ചെയ്ത് പോയായിരുന്നു. എന്തായാലും എൻ്റെ കോഫി വന്നു. കോഫി കുടിച്ചിട്ട് നമുക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ച് ബോട്ടിങ്ങിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ മുന്നോട്ട് നമുക്ക് അത്ര സേഫ് അല്ലെന്ന് അവിടുത്തെ ഗാർഡ് പറഞ്ഞു. കാരണം കാട്ടുപോത്തും ആനയൊക്കെ എപ്പോഴാണ് ചാടുന്നത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തേക്ക് നടക്കുക. ബോട്ടിങ്ങിൻ്റെ ആ ഒരു സൈഡിലേക്ക് ചുമ്മാ ഒന്ന് പോയി നോക്കാൻ ഇറങ്ങിയാണ് എന്തൊക്കെയാണ് അവിടെ കാര്യങ്ങളുള്ളതെന്ന്. താഴെ നമുക്കൊരു കഫേ കാണാം. അത് പ്രൈവറ്റ് കഫേ ആണോ? കഫേ ഉണ്ടോ റോനെ? ജംഗിൾ ബൈറ്റ്. അമ്മയ്ക്ക് ഈ മണമൊക്കെ പരിചയമുള്ളതാണ്, കാടിൻ്റെ മണം. ഞങ്ങളെ ആ മരത്തിന് വെള്ളത് കുറേ കുരങ്ങന്മാരുണ്ട് അവിടെ. കുറേ കുരങ്ങന്മാരുണ്ട്. വണ്ടികളൊക്കെ സർവീസ് തീർന്നു. അതായത് ഇനി ആനിമൽസ് ഇങ്ങോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം വണ്ടികളൊക്കെ ഓടി തീരുമ്പോൾ ആനിമൽസ് ഇറങ്ങുന്നതെന്നാണ് പറഞ്ഞേ. 5 മണിയായില്ലേ, വണ്ടി നിന്ന് കഴിയുമ്പോഴേക്കും ആനിമൽസ് ഇറങ്ങാൻ തുറന്നു പറഞ്ഞു. ബോട്ടിങ്ങിന് അങ്ങോട്ട് ഇറങ്ങുകയും അവിടെ കുറേ കുരങ്ങന്മാരിപ്പുണ്ട്. ഒരു വാതക്കത്തിന് ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ ആനിമൽസ് ഉണ്ട്. അങ്ങ് ദൂരെ കുറേ പേര് വൈകിട്ടായപ്പോഴേക്കും തിരിച്ച് കയറി പോവാണ്. എന്താ ഓടുന്നത്? എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നു എല്ലാവരും ഓടുന്നു. എന്തോ ഉണ്ട്, അതാണ് അവർ അത്രയും ഓടി. അവർ ഭയങ്കര അലേർട്ടാണ്. എല്ലാം ഓടിയല്ലേ? ഓടിയിട്ട് നിൽക്കുന്നിടത്ത് ചലിക്കാതെ നിൽക്കുന്നുണ്ടോ? ഏറ്റവും പുറകിലുള്ള മുന്നേ കയറണം. മറ്റവര് വരാൻ നിന്ന് എല്ലാരും കൂടെ പോവുക. എന്തോ ഉണ്ട്, പേടിച്ചാ ഓടുന്നേ. പേടിച്ചാണ് അവിടെ പുല്ല് തന്നെയാണ്. അവരുടെ സമയം കഴിഞ്ഞടാ. നോക്കി ഇപ്പൊ പോയി തിന്നുന്നു ആണെ ആ പ്രദേശത്ത് നിൽക്കുകയല്ല. 1 2 3 എണ്ണത്തില്ല. എല്ലാവരും കാടിന്റെ നിറവാണ്. ഇവിടെ എന്തൊക്കെയാണോ നോക്കാം. 1 2 3 4 5 ലാസ്റ്റ് ഇപ്പോൾ ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്നല്ലേ. 10 കടുവേനെ കാണാൻ പറ്റിയായിരുന്നെങ്കിലോ. ഇപ്രാവശ്യം ബോട്ടിങ്ങിന് പോയി കണ്ടെന്നല്ലേ പറഞ്ഞു. ഇടയ്ക്ക് കുഞ്ഞൊക്കെ കരഞ്ഞുകൊണ്ട് കുറച്ച് ഭാഗത്തെ വീഡിയോ മിസ്സായി. അപ്പോൾ നമ്മൾ വൈകിട്ട് ആ ബോട്ടിങ് പോയിന്റിൽ നിന്നൊക്കെ പോയി കറങ്ങിയിട്ട് നമ്മുടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. നമുക്ക് ഡിന്നർ ബുഫയാണ്. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ചപ്പാത്തി, ബിരിയാണി ഒന്നും വേണ്ട. ഇവിടെ ഒരാളാണ്ടെ ചില്ലി ഫിഷ്, ഐസ്ക്രീം, സൂപ്പൊക്കെ കഴിച്ചിരിക്കുന്നു. ചില്ലി ഫിഷ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. അതെ, ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ട് ഇവിടെ ആനിമൽസ് വരുന്നതാണ് പറഞ്ഞു. ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് മാനുകളും അതുപോലെ ഒരു മുള്ളമ്പന്നിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ. ഇനി കഴിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ. കുഞ്ഞ് ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ട്. എണീറ്റിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, നമ്മൾ ശരിക്കും നൈറ്റ് നമ്മുടെ റിസോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് നമ്മൾ ഇത് പറഞ്ഞ പോലെ ഈ ബാരിക്കേഡിനകത്താണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ആനിമൽസ് വന്നു കഴിഞ്ഞാൽ ഇവർക്കറിയാം, അവരറിയിക്കും. തോക്കുമായിട്ട് ഷൂട്ടർ. അതെ, മീൻസ് എന്നും സംഭവിക്കാം. കാരണം നമ്മൾ ഇത്രയും വലിയൊരു ടൈഗർ റിസോർട്ട് എടുക്കല്ലേ. ഇഷ്ടം പോലെ ആനിമൽസ്, പുലി, കടുവ, ആന, കരടി എല്ലാം ഉണ്ട്. അപ്പോൾ വൈകിട്ട് ഇവിടെ ആനിമൽസ് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെ നമുക്ക് കാണാൻ വേണ്ടി നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ റോഹനും റയാനും ഒക്കെ ഉണ്ട് കൂടെ. ബാക്കിയുള്ളവരിപ്പോൾ താഴേക്ക് വരും. നമുക്ക് നോക്കാം അല്ലേ എന്തെങ്കിലും വരുമെന്ന്. രാത്രിയിൽ ആരണി നിവാസ് കത്ത് നിൽക്കുവാണല്ലോ. നല്ല രസമുണ്ട് കാണാൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കും നമ്മൾ, അയ്യോ നമ്മൾ കടുവയുള്ള കാടിന് നടുക്കാണല്ലോ താമസിക്കുന്നത്. സത്യം അല്ലേ, ഇടയ്ക്ക് കാടിന് നടുക്കാണല്ലോ നമ്മൾ താമസിക്കുന്നത്. നമുക്കൊരു ഞെട്ടലല്ലേ. നമ്മൾ നേരത്തെ പോയ കോഫി ഷോപ്പിലൊക്കെ ഇപ്പം കടുവ, ആനയൊക്കെ ഉണ്ടായിരിക്കും. ഫ്രഷ് ആനപ്പിണ്ടോ അല്ലേ കിടന്നത് അവിടെ. ആ റോഡ് ക്രോസ് ചെയ്ത് 3 കുഞ്ഞുങ്ങളുമായിട്ട് കടുവ പോയിട്ടുണ്ടോ നീ കഴിഞ്ഞ ഇടയ്ക്ക്.
ആ പുള്ളിക്കാരി പറഞ്ഞു കേട്ടില്ല. ഇപ്പൊ ഒരു അലർച്ച കേൾക്കും. ഞാൻ എന്തെങ്കിലും ഒരു അലർച്ച കേൾക്കുന്നു. ഇത് ഇതിനകമൊക്കെ നോക്കാം മായറോളെ. ഇവിടെ കൂരാക്കൂരി ഇട്ടാ. ആ നമുക്ക് അവിടെ ചോദിച്ചു നോക്കാം. വാ വാ. എന്തായാലും കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളെ സെക്യൂരിറ്റി ഗാർഡ് വിളിച്ച് അവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ടോർച്ച് അടിച്ച് നോക്കിയപ്പം ഒരു സാമ്പാടിയാനാണ്, ഒരു മ്ലാവാണത്. അപ്പം അതിനെ ഞങ്ങൾക്ക് ഇരുട്ടത്ത് ഇങ്ങനെ ടോർച്ച് അടിച്ച് നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റി കേട്ടോ. ഞങ്ങളധികം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ നിന്ന് നല്ലപോലെ കാണാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് അതിലൊരു മുള്ളമ്പന്നി പോകുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ മുള്ളമ്പന്നിയെ കണ്ടായിരുന്നു കേട്ടോ. ഇതല്ല, മീൻസ് സ്ഥിരമായിട്ട് വരുന്ന കുറേ മുള്ളമ്പന്നികളുണ്ട് അവിടുത്തെ ആ ഒരു ഏരിയയിലേക്ക്. വൈകുന്നേരം അത് കയറി വരും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ മുള്ളമ്പന്നിയും കാണാൻ പറ്റി. ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു കേട്ടോ അതിലെ. അപ്പം ടോർച്ച് അടിച്ചാലും പേടിയൊന്നുമില്ല കേട്ടോ. ഇവർ ശരിക്കും എനിക്ക് തോന്നുന്നു ഇവർ സ്ഥിരം ഈ ഏരിയയിൽ കൂടെ വരുന്നതാണെന്നാണ് സെക്യൂരിറ്റികൾ പറഞ്ഞത്. അപ്പം അതുങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ആൾക്കാർക്കിടെ അത്യാവശ്യം ഫ്രണ്ട്ലിയാണ്. പിന്നെ നോക്കിയപ്പം ചേട്ടാ നല്ല വലിപ്പമുള്ളൊരു മ്ലാവ് അതിൽ കയറി വന്നു. അതിനെ കാണാനും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സൈസുണ്ട്. യാതൊരു പേടിയില്ല. കണ്ടില്ല, ആൾക്കാരുടെ അടുത്തേക്ക് നേരെ അവൻ ഇങ്ങനെ കയറി പോരുവാണ്. ഒരു പേടിയില്ല. നല്ല വലിപ്പമുള്ളൊരു മ്ലാവ് നമ്മുടെ തൊട്ടടുത്ത് വരെ വന്നു. നമ്മളെ ചേട്ടൻ എന്തോ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഒരു മനുഷ്യരില്ല, ആർക്കും കാണാൻ പറ്റിയില്ല. ഇപ്പം കൊടുക്കണ്ട, ചേട്ടൻ പറയുമ്പോൾ കൊടുത്താൽ മതി. നല്ല നിന്ന് ഇതിൻ്റെ വലിപ്പം എനിക്കൊന്ന് പറയാൻ വേണ്ടിയാണ്. ഉണ്ടോ എന്തായാലും വലിപ്പം ഉണ്ടെന്ന്. ചെറുമോളുടെ അടുത്ത് പൊക്കം ഉണ്ടല്ലോ ഇത്. നല്ല ഹൈറ്റ് ഉണ്ട് കഴുത്ത്. ആ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ദൈവം, ഞാനെന്താ ഇണക്കോ നോക്കി നോക്കിക്ക. ആ അതിൻ്റെ ഇടയ്ക്കൂടെ കൊടുത്താൽ മതിയായിരുന്നു. ആ കഴിക്കുന്നുണ്ടല്ലോ. അത് കഴിച്ചിട്ട് കൊടുത്തോളൂ അവനെ. നല്ല ഇണക്കമുണ്ട് കേട്ടോ. പാവം. ഇല്ല, കൊടുത്തു. പെട്ടെന്ന് ഞാൻ മാനോ മ്ലാവോ എന്താണെന്നോ അങ്ങനെ തോന്നുന്ന ഓർത്ത കേട്ടോ. നോക്കിയപ്പോൾ അതൊന്നുമല്ല, ഒരു കാട്ടുപന്നി ഇത് ആ സൈഡിൽ കൂടെ കയറിയായിരുന്നു. എൻ്റെ മുഖമൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല കേട്ടോ. ഒറിജിനൽ ആയിട്ട് അത്യാവശ്യം ഒന്ന് ക്ലിയറായി. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടുത്തെ അവസാനിച്ച് നമ്മൾ പാക്കിങ് കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാലും നമുക്ക് ജസ്റ്റ് ആ കോഫി ഷോപ്പിലും ആ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാം അല്ലേ. കുഞ്ഞിനെ വണ്ടിക്കകത്ത് എത്തിയിട്ട് നമുക്കൊന്ന് കറങ്ങാം അതിലെ. വണ്ടിയായിട്ട് അങ്ങോട്ട് പോകാമല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് വണ്ടിയായിട്ട് കയറാൻ പറ്റത്തില്ല, അവരുടെ ബസ്സിൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് മറ്റൊരു റിസോർട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് ഇവിടുത്തെ വേറൊരു റിസോർട്ടാണ്. പക്ഷേ ഇത് വളരെ കാടിനകത്തൊന്നുമല്ല, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ റൂം ഇതാണ്. ഇവിടുന്ന് നമ്മൾ പയ്യെ ചെക്കൗട്ട് ചെയ്തിരിക്കാം. ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നു. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. അപ്പം ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ കാണാം. ശരിക്കും നിങ്ങൾക്ക് കാര്യമായിട്ട് കുട്ടികളായിട്ടൊന്നും അല്ല വരുന്നത്. നിങ്ങൾക്ക് ആനിമൽസിനെ കാണണമെങ്കിൽ നിങ്ങൾ ട്രക്കിങ് യൂസ് ചെയ്യണം. 2 ട്രക്കിംഗ് ഉണ്ട്. അതെ, മറ്റേ 10 മണിക്ക് ഒരെണ്ണമുണ്ട്, 2 മണിക്ക് ഒരെണ്ണമുണ്ട്. അതെ, ഇഷ്ടമുള്ളൊരു ധൈര്യമുള്ളവർക്ക് പോകാം. പല ടൈപ്പ് ഉണ്ട്. ടൈഗർ ട്രെയിൽ ഉണ്ട്, ബോർഡർ ഹൈക്കിംഗ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് സെലക്ട് ചെയ്യാം. നമ്മൾ കുട്ടികളുള്ളതുകൊണ്ട് അത് നമ്മൾ പ്ലാൻ ചെയ്തേയില്ല. ബോട്ടിങ്ങിന് പോയിട്ടില്ല, നേരത്തെ പോയതാണ് അതിന് മുമ്പ്. അപ്പം ഇപ്പം കുട്ടികൾക്കും സുഖമായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണിത്. അത്യാവശ്യം ഫോറസ്റ്റൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. പക്ഷേ അത്ര റിസ്കി അല്ല അല്ലേ. അപ്പം വഴിയെ കാണാം. നമുക്ക് നമ്മൾ ഇറങ്ങിയാലോ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നമ്മളെ കണ്ട ടർട്ട് ഷോപ്പിൽ പോകുന്നു. അവിടെ കൂടെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് പയ്യെ അടുത്ത റിസോർട്ടിലേക്ക് പോകാനേ. ഓക്കെ, വാ.
അപ്പം നമ്മുടെ പരിപാടികളൊക്കെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ റിസോർട്ടിൽ നിന്ന്. നമ്മുടെ KTDCയുടെ അരണ്യ നിവാസിലായിരുന്നു നമ്മൾ. അപ്പോൾ നമ്മളിനി തിരിച്ച് അടുത്തൊരു റിസോർട്ടിൽ പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോറസ്റ്റിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാം. നല്ല വെയിലുണ്ട് അല്ലേ? എന്നാലും കുഴപ്പമില്ല, നമുക്കിവിടെ കുറച്ച് നേരമൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകാം എന്നാണ് നമ്മുടെ പ്ലാന്. പോകുന്ന വഴി സിംഹവാലൻകുരങ്ങിനെയൊക്കെ കാണാം. നമ്മുടെ ക്യാമറാമാൻ റോഹനാണ് എല്ലാം പിടിക്കുന്നത്. റോഹനെ പിടിച്ചോണമല്ല, ഷോക്ക് അടിച്ചു. അവിടെ വഴി കിടപ്പുണ്ടായിരുന്നു, രക്ഷപ്പെട്ടു. പക്ഷേ അത് സിംഹവാലനൊക്കെ വളരെ റെയർ ആയിട്ടുള്ളതല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെ നടന്നു വരാൻ പെർമിഷൻ ഉള്ളൂ. എന്നാലും ഞങ്ങളോട് പറഞ്ഞേ അവർ അങ്ങോട്ട് കുട്ടികളെ കൊണ്ടൊന്നും പോകണ്ട, കാരണം കാട്ടുപോത്തൊക്കെ പെട്ടെന്ന് കയറി വരും, റിസ്ക് ആണെന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഈ 4 കിലോമീറ്റർ ഇതിനകത്തോടെ നടന്നായിരുന്നു വന്നിട്ടിരുന്നത് കുമളിയിൽ നിന്ന്. അന്നോ? അന്ന് ഇത്ര ഇല്ലായിരുന്നു തോന്നി ശല്യം. പക്ഷെ ഉണ്ടായിരുന്നായിരിക്കും, ആർക്കറിയാം. ഇപ്പം എല്ലാം മാറി മാറി വരുമല്ലേ. ഇതേ കുറഞ്ഞിരിക്കുന്നു അങ്ങോട്ടാ ആണ്ടേ ആണ്ടിരിക്കും. നമുക്കിവിടെ തണലുള്ളത് എവിടെയെങ്കിലും വണ്ടി ഒതുക്കാം അല്ലേ? അപ്പോൾ നേരെ മുതുവേലത്ത് കൊണ്ട് വണ്ടി ഇടേണ്ടി വരില്ലെങ്കിൽ ഷോപ്പിൽ ഇവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ്. നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന്. എല്ലാവരും അവന് നല്ല വെയിലുണ്ടല്ലേ? ചോദിച്ചു നോക്കാം, കറങ്ങണോ കോഫി എടുക്കണോ? തണുപ്പാണ്, പക്ഷെ കാറ്റ് തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ കഴിക്കാൻ അങ്ങോട്ട് ഇറങ്ങാന്ന് വെച്ചപ്പോഴേക്ക് ഇതാണ്ടേ ഈ മങ്കികളെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ നിൽക്കുക. എന്തെങ്കിലും വാങ്ങിച്ചാൽ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അവന്മാർ നിൽക്കുകയാണ് അല്ലേ? നമ്മളിവിടെ പേടിച്ചിരിക്കുന്നു. കൈ കുടയില്ലേ, ഒന്നും പേടിക്കണമെങ്കിൽ പോരെ. അയ്യോ എൻ്റെ കൈയൊക്കെ പൊള്ളുന്നു. വാ അങ്ങോട്ട് കയറുവാ, വേരത്തുനിന്ന് വാ കയറി പോരെ. ആ ഓടി ഓടി ഓടി. ഭയങ്കര ശല്യമാണല്ലോ എന്നെ കൊണ്ട്. ഭയങ്കര ശല്യമാണല്ലോ. ഇതിലിങ്ങനെ കറങ്ങി നടക്കുക അല്ലേ? ആൾക്കാരെന്തെങ്കിലും മേടിക്കുന്നുണ്ടോ എന്ന് നോക്കി. ആ അതെ അല്ലേ? അതെ അല്ലേ? ചേട്ടൻ അതിനെ ഓടിച്ചെന്തായാലും. ലെമൺ സോഡയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരുടെയും കയ്യിൽ ആയുധം കരുതിയിട്ടുണ്ട്. കുരങ്ങ് വന്ന് അടിക്കാനായിട്ട് വേണ്ട എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ കുടയുണ്ട്. ഇത് നമ്മുടെ ടർട്ടിൽ ഷോപ്പ്. വണ്ടിയൊക്കെ നമ്മൾ അപ്പുറത്ത് പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ കാട്ടിക്കട തിരിച്ച് കുമളിക്ക് പോവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടുന്ന് വേറെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.